നാടിനെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്നേക്ക് 7 ദിവസം പിന്നിടുന്നു. സമാനതകളില്ലാതെ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനായി. അതോടൊപ്പം തന്നെ നിലവിൽ മരണം 385 എന്ന കണക്കിലേക്ക് ഉയർന്നിരിക്കുകയാണ്. 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരിൽ 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. മണ്ണിൽ പുതഞ്ഞുപോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെയാണ് അവർ മണ്ണോട് അലിഞ്ഞു ചേർന്നത്. പുത്തുമലയിലേക്ക് അവരെ എത്തിച്ച് ഇന്നലെ നടപടികൾ പൂർത്തിയാക്കി. നാടാകെ അവർക്ക് വിട നൽകാൻ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. സർവ്വമത പ്രാർത്ഥനയോടുകൂടി സർവ്വമതത്തിൻ്റെ പ്രാർത്ഥനയിൽ കണ്ണീരണിഞ്ഞ പ്രാർത്ഥന ഏറ്റുവാങ്ങിയാണ് അവർ ഈ മണ്ണോടലിഞ്ഞു ചേർന്നത്. ഇനിയും 150 പേരെയോളം കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരും. ഇപ്പോൾ ജോഷ്ല ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോഷ്ല, ഇന്നും സംസ്കാര ചടങ്ങുകളുണ്ട്. എത്ര മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? ഇനിയും 180ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. വിശദാംശങ്ങൾ. നന്ദു, അല്പസമയത്തിനകം 7ാം ദിവസത്തെ രക്ഷാദൗത്യം ആരംഭിക്കും. 7 മണിയോടുകൂടി രക്ഷാപ്രവർത്തകർ ദൗത്യസേന മുണ്ടക്കൈയിലേക്ക് പുറപ്പെടും. ഞാനിപ്പോഴുള്ളത് ബെയിലി പാലത്തിനടുത്താണ്. ഇതുവഴിയാണ് ദൗത്യസേന പുറപ്പെടുക. 7 മണിയോടുകൂടി ദൗത്യസംഘം പുറപ്പെടും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 11 സേനാ വിഭാഗങ്ങളിലെ 1264 പേരാണ് 6 മേഖലകളായി തിരിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. പരിശോധനയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 385 എന്നുള്ള രീതിയിലേക്കാണ് മരണസംഖ്യ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 184 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ 8 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് മൃതദേഹ ഭാഗങ്ങളും അതുപോലെ തന്നെ 100 മൃതദേഹങ്ങളും സംസ്കരിക്കുക. തിരിച്ചറിയാത്ത 100 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. ഇത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല, സൂക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ തിരിച്ചറിയാത്തവർക്ക് ഒരു ദിവസം കൂടി അതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ 8 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിച്ചത്. ഇന്ന് കൂടി അതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി പൂർണ്ണമായും ഇതുവരെ ലഭിച്ച തിരിച്ചറിയാത്ത എല്ലാ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും പൂർണ്ണമായും സംസ്കരിക്കും. ഇന്ന് 7 മണിയോടുകൂടി ദൗത്യസംഘം 7ാം തീയതിയിലത്തെ രക്ഷാദൗത്യം ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് കൈമാറാനുള്ളത്. നന്ദു. തീർച്ചയായിട്ടും ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖല തിരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. ഇത്തരത്തിൽ വിപുലമായ ഒരു തെരച്ചിൽ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ കുടുങ്ങിക്കിടന്ന ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ ജീവനില്ലാത്ത ആളുകളെപ്പോലും, അതായത് മരിച്ച ആളുകളെപ്പോലും അവർക്ക് വേണ്ട വിധത്തിൽ ഉള്ള സംസ്കാര ചടങ്ങുകളടക്കം, ഇപ്പോൾ നടക്കുന്ന സംസ്കാര ചടങ്ങടക്കം അത്തരമൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ തെരച്ചിൽ കൃത്യമായി നടന്നതുകൊണ്ടാണ്. എന്തായാലും ഈ 7ാം ദിവസത്തിലേക്ക് തെരച്ചിൽ കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസത്തോളം നീണ്ടുനിന്ന, അല്ലെങ്കിൽ തുടക്കം മുതൽ നീണ്ടുനിന്ന കൃത്യമായ തെരച്ചിലിൽ പല ഭാഗത്തു നിന്നും, അതായത് ചൂരൽമല, നിലമ്പൂർ, പോത്തുകല്ല്, മേപ്പാടി, പോത്തുകല്ലിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തെരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങൾ വളരെയധികം ഊർജിതമാക്കി. അതിൻ്റെ ഭാഗമായി കുറേ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർ പലരും ഈ മരിച്ചവരുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ക്യാമ്പിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചു. ഇനിയും ഒരുപാട് പേരെ തിരിച്ചറിയാനുണ്ട്. 172 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഇനിയും ഒരുപാട് പേരെ തിരിച്ചറിയാനുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രത്യേക തിരിച്ചറിയൽ നമ്പർ അവർക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു. DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവയെല്ലാം പോലീസ് എടുത്തു വെച്ചു. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നാളെ അവരെ തിരക്കി വരികയാണെങ്കിൽ, നാളെ എവിടുന്നെങ്കിലും, കാരണം വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെയുണ്ട്, നാളെ ഇവരെ തിരക്കി എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കൃത്യമായ രീതിയിലാണ്
സംസ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ കൃത്യമായ രീതിയിലുള്ള ഒരു സംസ്കാരം ഇവർക്ക് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരോട് പങ്കുവയ്ക്കാനാകും. ഒരുപക്ഷെ ഇതാണ് കേരളമെന്ന് പറയുന്നത്. കാരണം ഒരു ദുരന്തമുണ്ടായാൽ കൈകോർത്ത് ഒന്നിച്ചു നിന്ന് പുനരധിവാസത്തിനടക്കം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അവരോടൊപ്പം ചേർന്ന് അവരുടെ സങ്കടത്തിൽ പങ്കാളികളാകുക, അവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. ഇത് തന്നെയാണ് കേരളമെന്ന് പറയുന്നത്. എന്തായാലും ഇന്നും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കും. അതോടൊപ്പം തന്നെ തെരച്ചിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് മഴ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ജോഷ്ല തുടരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോഷ്ല, ഈ 385 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. 172 പേരെ തിരിച്ചറിഞ്ഞു എന്നും മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ, അത് എങ്ങനെയാണ് പുരോഗമിക്കുക ജോഷ്ല? നന്ദു, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, വില്ലേജ് പരിസരം, അതുപോലെ തന്നെ സ്കൂൾ റോഡ് എന്നിവിടങ്ങളായി 31 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഫോട്ടോഗ്രാഫി ഫോൾഡറും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും പരിശോധിക്കും എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അതുപോലെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള പരാതികൾ എല്ലാം തന്നെ പരിശോധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാ തരത്തിലും അതായത് ഒരു ഭാഗത്ത് രക്ഷാദൗത്യം കൃത്യമായി നിർവഹിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും കൃത്യമായി പ്രവർത്തിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സംസ്കാര ചടങ്ങുകൾ കൃത്യമായി നടത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ക്രമീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ഉപരിതല പരിശോധന ഒക്കെ തന്നെ ഏകദേശം പൂർത്തിയായി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനി അടിത്തട്ടിലേക്ക് ഉള്ള പരിശോധന നടത്തണം. അതിന് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള ഉത്തരാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള പരിശോധന അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ആ രീതിയിലുള്ള പരിശോധനയായിരിക്കും ഇനി മുതൽ ഇവിടെ നടക്കുക എന്നുള്ളതാണ്. അതായത് മണ്ണിനടിയിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് മണ്ണിനടിയിലേക്ക് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളത് സൂക്ഷ്മമായ ഡ്രോൺ പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനയായിരിക്കും ഇനി മുതൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. നന്ദു. തീർച്ചയായിട്ടും ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും വളരെ വ്യാപകമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ തുടക്കം മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ഇതിലുള്ള ഒരു റോൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിക്കും അത്യാവശ്യമായ ഒരു സമയം ആയതുകൊണ്ടാവാം അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. തീർച്ചയായും നന്ദു, ഏകദേശം 1500 പേർ മാത്രം മതി സന്നദ്ധ പ്രവർത്തകരായി രക്ഷാദൗത്യത്തിന് എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. 9 മണിക്ക് മുൻപ് എത്തുന്നവരെ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തിവിടുകയുള്ളൂ എന്നുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ രക്ഷാദൗത്യത്തിലേക്ക് വളണ്ടിയർമാരെ അല്ലെങ്കിൽ സന്നദ്ധ സേവകരെ കടത്തിവിടുകയുള്ളൂ എന്നുള്ള തീരുമാനം ഞായറാഴ്ച തന്നെ നടപ്പിലാക്കിയിരുന്നു. അതേസമയം തന്നെ ഇന്ന് ഈ രക്ഷാദൗത്യ സേനയിലേക്ക് പോകുന്നവരുടെ എണ്ണം നിയന്ത്രിച്ചിരിക്കുന്നു. 1500 പേർ മതി എന്നുള്ള നിലയിലാണ്. ഒന്നാമത് അവിടേക്ക് സന്നദ്ധ സേവനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അധികം വരുന്ന ഒരു പ്രശ്നം അത് ഈ രക്ഷാദൗത്യത്തെ പോലും വിപരീത ഫലമായി മാറുന്നു, രക്ഷാദൗത്യത്തിന് പോലും വിപരീത ഫലമായി മാറുന്നു എന്നുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം മുതൽ നടന്നിരുന്നു. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്ന രീതിയും തുടർന്നിരുന്നു. ഇതൊക്കെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഭക്ഷണം ഒരു പ്രശ്നമായി ഇന്നലെ ഇവിടെ വലിയൊരു പ്രശ്നമായി മറ്റ് മാധ്യമങ്ങളടക്കം എടുത്തു കാണിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ രക്ഷാദൗത്യം നടത്തുന്ന സേനയ്ക്ക് ഉള്ള ഭക്ഷണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഔദ്യോഗികമായി മാത്രം ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് എല്ലാവർക്കും എത്തിക്കുമെന്നുള്ള തീരുമാനത്തിലാണ്. മറ്റ് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്നും തന്നെ സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുപോലെ തന്നെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുതെന്ന് മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. ഇത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ടുള്ള എന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ കടത്തിവിടാത്തത് എന്നുള്ളതും
അതുപോലെ തന്നെ രക്ഷാദൗത്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ വാർത്തകൾ, അത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കരുതെന്നുമുള്ള അഭ്യർത്ഥന മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കാരണം രക്ഷാദൗത്യത്തിന് സൈന്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊരു വലിയ വിഷയമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലടക്കം വളരെ സ്ട്രിക്റ്റായി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഔദ്യോഗികമായി മാത്രമേ ഭക്ഷണം, അത് ഔദ്യോഗിക തലത്തിൽ മാത്രമേ രക്ഷാസേനയ്ക്ക് അല്ലെങ്കിൽ രക്ഷാദൗത്യസേനയ്ക്ക് ഭക്ഷണം എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടേക്ക് പോകുന്ന വളണ്ടിയർമാരുടെ എണ്ണത്തിൽ പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1500 മാത്രം അത് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റുള്ള, അത് മാത്രമല്ല 9 മണിക്ക് മുൻപ് എത്തുന്ന ആളുകൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. മാത്രമല്ല ഡാർക്ക് ടൂറിസം അടക്കമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കും എന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇവിടേക്ക് ഒരു ദുരന്ത ബാധിത പ്രദേശത്തേക്ക് ആളുകൾ വരുന്നത് അത് കൃത്യമായി തടയും. കാരണം ഇതൊക്കെ തന്നെ രക്ഷാദൗത്യത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആളുകളെ ഈ ഭാഗത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. സൈന്യത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ രക്ഷാദൗത്യ സേന അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയോടുകൂടി രക്ഷാദൗത്യം ആരംഭിക്കും. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള വിശദമായ പരിശോധന അടക്കം നടത്തിക്കൊണ്ടായിരിക്കും ഇവിടെ ചൂരൽമലയിൽ ഈ ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. സേനയുടെ ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. NDRF, K9 ഡോഗ് സ്ക്വാഡ്, ആർമി K9 ഡോഗ് സ്ക്വാഡ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ടീം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ഡെൽറ്റ സ്ക്വാഡ്, നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങി 11 സേനാ വിഭാഗങ്ങളിലെ 1264 പേരാണ് 6 മേഖലകളായി തിരിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ 6 ദിവസങ്ങളിലായി തിരച്ചിൽ നടത്തിയത്. ഇന്ന് രക്ഷാദൗത്യം ആരംഭിക്കാൻ ഇനി സമയം 1 മണിക്കൂർ കൂടിയുണ്ട്. 7 മണിക്ക് രക്ഷാദൗത്യ സേന അവരുടെ പ്രവർത്തനം ആരംഭിക്കും. സേന എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവരെല്ലാം തന്നെ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 സേനകളാണ് ഈ ഒരു രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. 385 ആയിരിക്കാണ് ഈ ദുരന്തത്തിലെ മരണം എന്നുള്ളത് തന്നെ ഞെട്ടിക്കുന്നതാണ്. 172 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ് പറയാനുള്ളത്. നന്ദു. തീർച്ചയായിട്ടും ജോഷ്ല സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സമഗ്രമായ രീതിയിലുള്ള തെരച്ചിലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സേനാംഗങ്ങൾ ഓരോന്നായി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ, അതായത് 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ ആരംഭിക്കും. 6 മേഖലകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തിരിച്ചറിഞ്ഞവരിൽ ഇന്നലെ 8 പേരുടെ സംസ്കാരം, 8 മൃതദേഹങ്ങളുടെ സംസ്കാരം നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ ആ കൂട്ടസംസ്കാരം ഒരു പക്ഷേ തീരാ നോവിൻ്റെ ഒരു കാഴ്ച തന്നെയായിരുന്നു. മരവിച്ച മനസ്സോടുകൂടി, സർവ്വമത പ്രാർത്ഥനയോടുകൂടി അവർക്ക് അത്രയും ആദരവോടെയാണ് അവർക്ക് വിട നൽകിയത്. ജോഷ്ല, ഈ കൂട്ടസംസ്കാരം നിശ്ചയിച്ച സമയത്ത് തന്നെ പൂർത്തിയാക്കിയോ? ഇന്നലെ ഹാരിസൺ എസ്റ്റേറ്റിലാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം 64 സെൻറ്റ് സ്ഥലത്താണ് ഇന്നലെ ഈ സംസ്കാരം നടന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ സ്ഥലങ്ങൾ സംസ്കാരത്തിനായി നിലവിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഈ സംസ്കാരം നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കിയോ? നന്ദു, ഇന്നലെ 6:30 ഏകദേശം സംസ്കാര നടപടികൾ ആരംഭിക്കുമെന്നും 7 മണിയോടുകൂടി സംസ്കാരം കഴിയും എന്നുള്ളതുമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ നിലമ്പൂരിൽ നിന്ന്, ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹം കൂടി പുതുതായി ലഭിക്കുകയുണ്ടായി. ഈ മൃതദേഹം ജീർണത ബാധിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതടക്കം ഈ 8 മൃതദേഹങ്ങളോടൊപ്പം സംസ്കരിക്കാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ടും മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ടും ആയിരുന്നു വീണ്ടും ഈ ഒരു സംസ്കാര നടപടി വൈകിക്കാൻ കാരണം. ഏകദേശം 10 മണിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ ഈ പുത്തുമലയിലെ
കുഴിമാടത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിന് കാരണമായി വന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം തന്നെയാണ്. പക്ഷേ 9 ശവശരീരങ്ങൾ സംസ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനം പിന്നീട് മാറ്റേണ്ടി വന്നു. കാരണം ഈ പുതുതായി ലഭിച്ച മൃതദേഹം അത് പിന്നീട് ബന്ധുക്കൾ തിരിച്ചറിയുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. വീണ്ടും 8 മൃതദേഹങ്ങളുമായി 10 മണിയോടുകൂടിയാണ് മേപ്പാടിയിൽ നിന്നുമുള്ള വാഹനങ്ങൾ ഈ പുത്തുമലയിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം സംസ്കാര നടപടികൾ കൃത്യമായി നടന്നു. ഏകദേശം 10:30-11 മണിയോടുകൂടി തന്നെ സംസ്കാരം പൂർണ്ണമായി. നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാ മനുഷ്യരും ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളാണ് നടന്നത്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായി കാണാവുന്ന ഒരു സംസ്കാര ചടങ്ങ് കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഒറ്റ മനസ്സോടുകൂടി എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇത്തരത്തിൽ ഒരു സർവ്വമത പ്രാർത്ഥന നടത്താനുള്ള കാരണം തന്നെ ബന്ധുക്കളെ പിന്നീട് അതൊരു മാനസിക പ്രശ്നമായി ബന്ധുക്കൾക്ക് മാറരുത് എന്നുള്ളത് കൊണ്ടായിരുന്നു. കാരണം ഇവരിൽ ആരെങ്കിലും തങ്ങളുടെ ബന്ധുക്കളായി ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നം, അതായത് അവശേഷിക്കുന്ന മനുഷ്യരിൽ, ഈ ദുരന്തത്തിൽ അവശേഷിച്ച മനുഷ്യരിൽ അത്തരത്തിൽ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടായാൽ അതൊരു വലിയ മാനസിക പ്രശ്നമായി മാറും എന്നുള്ളത് കൊണ്ടാണ് സർവമത പ്രാർത്ഥനയോട് കൂടിയുള്ള ഒരു സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത്. കാരണം പിന്നീട് DNA ടെസ്റ്റിലോ മറ്റോ സംസ്കരിച്ചത് എൻ്റെ ബന്ധുവിനെ ആയിരുന്നു എന്ന് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനായാൽ അത് അവരുടെ മാനസികമായ പ്രശ്നമായി മാറും. അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, വിഷമമുണ്ടാക്കും. ഒരു അനാഥ മൃതദേഹം സംസ്കരിച്ചതുപോലെ ബന്ധുക്കളെ സംസ്കരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു മാനസിക പ്രശ്നം അവർക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർവ്വമത പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിനുശേഷം സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഔദ്യോഗികമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് AK ശശീന്ദ്രൻ, K രാജൻ തുടങ്ങിയ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഒക്കെ സംസ്കരിച്ചത്. 8 മൃതദേഹങ്ങളും കൃത്യമായി സംസ്കരിച്ചു. സന്നദ്ധ പ്രവർത്തകരുടെ അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു ബിഗ് സല്യൂട്ട് കേരളം നൽകേണ്ടത് സന്നദ്ധ പ്രവർത്തകർക്ക് തന്നെയാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ വരെ, അതായത് രക്ഷാദൗത്യം മുതൽ പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പ് മുതൽ ഈ ഒരു അവസാന നിമിഷത്തെ സംസ്കാര ചടങ്ങ് വരെ വളരെ വേദനാജനകമായ എല്ലാ ചടങ്ങുകളെയും കൃത്യമായി കൊണ്ടുപോകാനും ക്രമീകരിക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. നന്ദു, തീർച്ചയായിട്ടും സന്നദ്ധ പ്രവർത്തകരുടെ അവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർ നൽകിയ ഒരു സംഭാവന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റോൾ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർക്ക് തന്നെയാണ് ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ്, NDRF, മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, നേവി, അതോടൊപ്പം തന്നെ പ്രദേശവാസികളടക്കം ചേരുന്നതാണ് സന്നദ്ധ രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നത്. അവർ ഈ മേഖലാടിസ്ഥാനത്തിലുള്ള തെരച്ചിലിന് തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ തെരച്ചിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ 8 പേരുടെ സംസ്കാര ചടങ്ങ് ഇന്നലെ നടന്നത് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും മൃതദേഹങ്ങളെ അടക്കം തിരിച്ചറിയാനുള്ള വിപുലമായ സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടത് കൂടിയാണ്. ജോഷ്ല, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ഈ വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും എന്ന ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും നന്ദു, ഇതുവരെ കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ടും മാത്രമല്ല ഈ ഒരു ദുരന്തബാധിത പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ടും വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുമൊക്കെയാണ് ഇതുവരെ സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്. വയനാട് ജില്ലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. നന്ദു, തീർച്ചയായിട്ടും ഇന്ന് വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കും. ദുരന്തം നടന്നിന്ന് 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. സമഗ്രമായ രീതിയിലുള്ള തിരച്ചിൽ ഇന്നും തുടരും. അതിനായി സേനാംഗങ്ങൾ നിലവിൽ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. മരണസംഖ്യ 385ആയി.
ഇതിൽ 172 പേരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഇന്നലെ 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇനിയും 180ഓളം പേരെ കണ്ടെത്താനുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോഷ്ല.